Welcome to all. Structure of atom. Section 2. Atomic models. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഡിസ്കസ് ബോർ മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ബോർ മാതൃകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീൽസ് ബോർ 1913 ഈ മോഡൽ ഉണ്ടാക്കുന്നത്. നീൽസ് ബോർ പ്രൊപ്പോസ്ഡ് എ ന്യൂ മോഡൽ ഓഫ് ദി ആറ്റം ബേസ്ഡ് അപ്പോൺ ദി ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ്റെ ക്വാണ്ടം തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബോർ മാതൃക ഉണ്ടാക്കിയിട്ടുള്ളത്. റേഡിയേഷൻ്റെ ക്വാണ്ടം തിയറി ഇതിനെ ബേസ് ചെയ്താണ് ബോർ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നീൽസ് ബോർ പ്രൊപ്പോസ്ഡ് എ ന്യൂ മോഡൽ ഓഫ് ദി ആറ്റം ബേസ്ഡ് അപ്പോൺ ദി ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇനി ബോർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇമ്പോർട്ടൻ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ തിയറി. ബോർ തിയറിയിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ. ആദ്യത്തെ 4 റൂദർഫോർഡ് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അത് അതേപോലെ നിലനിർത്തി. അതേതൊക്കെയാണെന്ന് നമുക്കറിയാം. നോക്കൂ. 1. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ മിക്കവാറും ഭാഗം ശൂന്യമാണ്. 2. ദർ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. 3. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ when compared to the size of the atom. ആറ്റത്തിൻ്റെ വലുപ്പവുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലുപ്പം വളരെ 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 ചെറുതാണ്. 4. The electrons revolve around the nucleus in fixed circular paths called orbits. ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള പാതകളിൽ ഇലക്ട്രോൺ ചുറ്റിക്കറങ്ങുന്നു. ഈ സർക്കുലാർ പാത്തുകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ റൂദർഫോർഡ് പറഞ്ഞത് തന്നെയാണ്. അതുതന്നെയാണ് ബോറും സ്വീകരിച്ചത്. ഇനി പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. 5. The orbits are associated with definite energies and are called stationary energy levels or energy shells. ഇത് പുതിയ സ്റ്റേറ്റ്മെൻ്റാണ്. ഓരോ ഓർബിറ്റിനും ഒരു പ്രത്യേക എനർജി ഉണ്ട്. ഓരോ ഓർബിറ്റിനും ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ആ ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എനർജി ഒരിക്കലും മാറില്ല. അതുകൊണ്ട് ആ ഓർബിറ്റിനെ എന്ത് വിളിക്കാം? സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനറി എനർജി ഷെൽ എന്ന് വിളിക്കാം. അപ്പം സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നത് ആരാണ്? നീൽസ് ബോറാണ്. ബോർ മാതൃകയിലാണ് സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. The energy levels are numbered as 1, 2, 3, 4, etc. or designated as K, L, M, N, etc. starting from the nucleus. എനർജി ലെവലുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്പർ കൊടുത്തത്? ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള എനർജി ലെവൽ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ പോകും.
അല്ലെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കാം? ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള എനർജി ലെവൽ കെ ഷെൽ എന്ന് പറയും. അടുത്തത് എൽ ഷെൽ, പിന്നെ എം, പിന്നെ എൻ ഷെൽ. ഇങ്ങനെയാണ് എനർജി ലെവലുകളെ സൂചിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്, ദ ആംഗുലാർ മൊമെന്റം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്നതാണ് ആംഗുലാർ മൊമെന്റം. ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദി റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്? എം ബി ആർ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം, MBR എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. ഇത് ക്വാണ്ടൈസ്ഡ് ആണ്. എന്താ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ? കൃത്യ വിലകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കൂ, ഈ ആംഗുലാർ മൊമെന്റം h/2π എന്നുള്ളതിൻ്റെ മൾട്ടിപ്പിളാണ്. എന്നിൻ്റെ വില 1, 2, 3, 4 ഇങ്ങനെയാണ് എന്നിൻ്റെ വിലകൾ വരുന്നത്. അപ്പോൾ ഒരു h/2π എന്ന് വരാം, 2 h/2π എന്ന് വരാം, 3 h/2π എന്ന് വരാം, 4 h/2π എന്ന് വരാം. ഇങ്ങനെ ഡെഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞത്. ഇപ്പം ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനാണ്. ഇതിനെ ക്വാണ്ടം കണ്ടീഷൻ എന്ന് വിളിക്കാം. ദിസ് ഈസ് ദ ക്വാണ്ടം കണ്ടീഷൻ ഫോർ റിവോൾവിംഗ് ഇലക്ട്രോൺ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടം കണ്ടീഷനാണ്. അതായത് ആംഗുലാർ മൊമെന്റം ഈസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആംഗുലാർ മൊമെന്റം ഈസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഒരു h/2π, 2 h/2π, 3 h/2π അങ്ങനെയാണ് വരിക. എം മാസാണ്, വി വെലോസിറ്റിയാണ്, ആർ റേഡിയസ് ഓഫ് ദി ഓർബിറ്റാണ്. എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പൈ 3.14 ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ 6.624 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് യൂണിറ്റ്. ഇവിടെ 24, ഇവിടെ 34. ഒരു കണക്ഷൻ ഉണ്ട്, വേണമെങ്കിൽ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാം. 6.624 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതെന്താണെന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അതിൻ്റെ വിലകൾ എത്രയാണ്? എന്നിൻ്റെ വില വരിക 1, 2, 3, 4 എക്സെട്ര. അപ്പം ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. ഇത് ബോർ പറഞ്ഞ പോസ്റ്റുലേറ്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ദ ഇലക്ട്രോൺസ് ഇൻ ദ സ്റ്റേഷനറി എനർജി ലെവൽസ് ഹാവ് ഡെഫിനിറ്റ് എനർജി ആൻഡ് സോ their എനർജി ഈസ് ഓൾസോ ക്വാണ്ടൈസ്ഡ്. ഒരു പ്രത്യേക ഓർബിറ്റിൽ ഇലക്ട്രോണിന് പ്രത്യേക എനർജിയാണുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണ്. ഒരു ഓർബിറ്റിൽ ഒരു എനർജി, അടുത്ത ഓർബിറ്റിൽ മറ്റൊരു എനർജി, അങ്ങനെ കൃത്യവിലകളുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എനർജിയും എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. The electrons in the stationary energy levels have definite energy and so their energy is also quantized. Okay. അടുത്ത പോയിന്റ് നോക്കൂ. With increasing distance from the nucleus, the radius of the orbit and energy of electron in the orbit increase. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റിൻ്റെ റേഡിയസ് കൂടും. അതായത് ആറ്റത്തിൻ്റെ വലുപ്പം കൂടും, ഇലക്ട്രോണിൻ്റെ എനർജിയും കൂടും. അപ്പം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഓർബിറ്റിൻ്റെ റേഡിയസ് കൂടും, ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി കൂടും. വിത്ത് ഇൻക്രീസിങ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ്, ദ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ആൻഡ് energy of electron in the orbit increase. അടുത്ത പോയിന്റ്. As long as an electron remains in a particular orbit,
ഇറ്റ് ഡസ് നോട്ട് എമിറ്റ് ഓർ അബ്സോർബ് എനർജി. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എനർജി പുറത്തേക്ക് വിടില്ല, എനർജി വലിച്ചെടുക്കുകയും ഇല്ല. ദിസ് മീൻസ് ദാറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു പ്രത്യേക ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ഓർബിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഓർബിറ്റ്സ് ആർ ഓൾസോ കാൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർ സ്റ്റേഷനറി എനർജി ലെവൽസ്. ഇപ്പം റൂദർഫോർഡ് അനുഭവിച്ച ആ പ്രശ്നം ബോർ പരിഹരിച്ചു. റൂദർഫോർഡിൻ്റെ മോഡലിൽ ഇലക്ട്രോണിൻ്റെ എനർജി കുറയും, ന്യൂക്ലിയസിനുള്ളിലേക്ക് വീഴും എന്നൊക്കെയായിരുന്നു പ്രശ്നം. ബോർ പറഞ്ഞു, ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജിക്ക് യാതൊരു മാറ്റവും വരില്ല. ഒരു പ്രത്യേക ഓർബിറ്റിൽ ഒരു പ്രത്യേക എനർജിയാണ്. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞ് വീഴുന്ന പ്രശ്നം ഇല്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ ബൈ അബ്സോർബിംഗ് എനർജി. They return to the lower energy level by emitting energy. ഇലക്ട്രോണുകൾ എനർജി വലിച്ചെടുത്ത് താഴെയുള്ള ലെവലിൽ നിന്ന് മേലെയുള്ള ലെവലിലേക്ക് പോകും. മേലെയുള്ള ലെവലിൽ നിന്ന് താഴെയുള്ള ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ എനർജി പുറത്തേക്ക് വിടും. ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. എങ്ങനെ? ബൈ അബ്സോർബിംഗ് എനർജി, എനർജി വലിച്ചെടുത്തിട്ടാണ്. ദേ റിട്ടേൺ, തിരിച്ചു വരും, ടു ദ ലോവർ എനർജി ലെവൽ. എങ്ങനെ? ബൈ എമിറ്റിംഗ് എനർജി, എനർജി പുറത്തേക്ക് വിട്ടിട്ട്. അപ്പോൾ ബോർ മോഡലിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ കണ്ടത്. നന്നായിട്ട് വായിച്ചു നോക്കണം, നോട്ട് എഴുതിയെടുക്കണം. ബോർ മോഡലിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, മെറിറ്റുകൾ എന്തൊക്കെയാണ്, ഓരോന്നായിട്ട് നോക്കാം. Bohr model explains the stability of the atom. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് നോക്കാം. എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ മോഡൽ, ആൻ ഇലക്ട്രോൺ കനോട്ട് ലൂസ് എനർജി ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ്. അതായത് ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അതിന് എനർജി നഷ്ടപ്പെടുന്നില്ല, ഇലക്ട്രോൺ എനർജി പുറത്തേക്ക് വിടുന്നതും ഇല്ല, വലിച്ചെടുക്കുന്നുമില്ല, എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് സോ ദർ ഈസ് നോ കോസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി, ഇലക്ട്രോണിൻ്റെ എനർജിക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ ബോർ മോഡലിന് പറ്റി. അടുത്ത പോയിന്റ്, ഫ്രം ദ മോഡൽ വി ക്യാൻ കാൽക്കുലേറ്റ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പ്രത്യേക ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി കണക്കാക്കാൻ ബോർ മോഡൽ സഹായിക്കും. ഇക്വേഷൻ പിന്നീട് കാണാം. അപ്പോൾ ഒരു പ്രത്യേക ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി ഈ മോഡൽ ഉപയോഗിച്ച് കണക്കാക്കാം. അടുത്ത മേന്മ എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്ര വിശദീകരിക്കുന്നത് ബോർ മോഡൽ വെച്ചിട്ടാണ്. ഓക്കെ, ദ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സോ മെനി ലൈൻസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൽ ഒരുപാട് ലൈൻസ് കിട്ടും. നമ്മൾ പിന്നീട് പഠിക്കും, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ലൈൻസ് കിട്ടും. ഇത് ഉണ്ടായത് വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞു. ഇതൊരു മെറിറ്റാണ്. ദ തിയറി അല്ലെങ്കിൽ ദ മോഡൽ ക്യാൻ എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സോ മെനി ലൈൻസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഇതൊക്കെയാണ് ബോർ മോഡലിൻ്റെ പ്രധാനപ്പെട്ട മേന്മകൾ.
മെറിറ്റ്. അടുത്തത് ബോർ മോഡലുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിക്കുകയാണ്. ആദ്യത്തെ ഇക്വേഷൻ nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷനാണ്. nth ലെവലിൻ്റെ എനർജി, ഈ എൻ കേട്ടോ, nth ലെവലിൻ്റെ എനർജി, അതായത് nth ഓർബിറ്റിൻ്റെ എനർജി ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. 10 തവണ എഴുതി പഠിക്കുക. ഓക്കെ, -2π² m e⁴ by n²h². പൈ കോൺസ്റ്റൻ്റ് ആണ്, വാല്യൂ നിങ്ങൾക്കറിയാം 3.14. എം ഇലക്ട്രോണിൻ്റെ മാസ്സാണ്, വാല്യൂ അറിയാമല്ലോ 9.1 × 10⁻³ kg. ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, നമുക്കറിയാം 1.602 × 10⁻⁹ C 3 കുളോം ചാർജാണ്. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എൻ്റെ വാല്യൂ 6.624 × 10⁻34 kg/m²/s. എല്ലാം കൂടെ എഴുതിയിട്ടുണ്ട്. എം എന്താണ്, ഇ എന്താണ്, എച്ച് എന്താണ്, എല്ലാ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. പൈയുടെ വാല്യൂ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇ, എച്ച് എല്ലാ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമുക്കൊന്ന് ചുരുക്കി കിട്ടും. അത് പഠിച്ചാൽ മതി. അപ്പോൾ nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. യൂണിറ്റ് ശ്രദ്ധിക്കണം. kJ/mol യൂണിറ്റ് എങ്കിൽ ഈ ഇക്വേഷനാണ് വരിക. -1312, ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്, 1312 by n². അപ്പോൾ ഫസ്റ്റ് ലെവലിൻ്റെ എനർജി കാണണം, ഒരു പ്രയാസമില്ല, എന്നിന് 1 എന്ന് കൊടുത്താൽ മതി. സെക്കൻഡ് ലെവലിൻ്റെ എനർജി കാണണം, എന്നിന് 2 എന്ന് കൊടുക്കുക. തേർഡ് ലെവലിൻ്റെ എനർജി കാണണം, എന്നിന് 3 എന്ന് കൊടുത്താൽ മതി. നമ്മുടെ ബുക്കിലുള്ള ഇക്വേഷൻ ഇതാണ്, NCERT ബുക്ക്. J/atom ആണ് യൂണിറ്റ് എങ്കിൽ ഈ ഇക്വേഷനാണ്. nth ലെവലിൻ്റെ എനർജി കാണാം. ഓക്കെ, 10 തവണ എഴുതി പഠിക്കണം. ഇനി എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ഇങ്ങനെ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? nth ലെവലിൻ്റെ എനർജി -13.6 by n². അപ്പോൾ nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. എനർജി ഡിഫറൻസ് കാണാൻ 2 ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എങ്ങനെ കാണും? ഇപ്പം 2ാമത്തെ ലെവലും 1ാമത്തെ ലെവലും ആണെന്ന് കരുതുക. അപ്പോൾ 2ാമത്തെ ലെവലിൻ്റെ എനർജി കുറയ്ക്കണം 1ാമത്തെ ലെവലിൻ്റെ എനർജി. അതിങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇപ്പം ΔE കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. J/atom ആണ് യൂണിറ്റ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. 2.18 × 10⁻18. ഇവിടെയും 18 ആണ്, ഇവിടെയും 18 ആണ്, ഓർക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ബ്രാക്കറ്റിൽ 1/n1² - 1/n2². അല്ലേ? n2 എന്നുള്ളത് സെക്കൻഡ് ലെവൽ, n1 എന്നുള്ളത് ഫസ്റ്റ് ലെവൽ. പ്രോബ്ലം പിന്നീട് ചെയ്യാം, ഇക്വേഷൻ പഠിച്ചു വയ്ക്കും. ഇപ്പം ΔE കാണാനുള്ള ഇക്വേഷനാണ്. എനർജി ഡിഫറൻസ്, 2 ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. എനർജി ഡിഫറൻസ് കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ΔE = h⁻. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റർ. അപ്പം ΔE = h⁻ എന്നുള്ള ഒരു ഇക്വേഷനും കൂടിയുണ്ട്. അപ്പോൾ എത്ര ഇക്വേഷൻ പഠിച്ചു? nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. എനർജി ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഒന്നിത്. ഇനി റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. nth ലെവലിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 0.529 × n². യൂണിറ്റ് ആങ്സ്ട്രോം ആണ്. ആങ്സ്ട്രോം മീൻസ് 10⁻⁻10 മീറ്റർ ആണ്. ചില ബുക്കിൽ നാനോമീറ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇക്വേഷൻ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും. ചില ബുക്കിൽ പൈക്കോമീറ്റർ, അതായത് 10⁻12 എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. nth ലെവലിൻ്റെ റേഡിയസ് കാണാം. ഫസ്റ്റ് ലെവലിൻ്റെ റേഡിയസ് കാണുക. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ റേഡിയസ് കാണുക. n എന്ന് പറയുന്ന സ്ഥലത്ത് 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 0.529 × 1². അപ്പോൾ 0.529 ആങ്സ്ട്രോം. ഇതാണ് വാല്യൂ. R1 എന്നുള്ളതിൻ്റെ വാല്യൂ 0.529 ആങ്സ്ട്രോം. ഇതിനെ വിളിക്കുന്ന ഓമന പേരാണ് ബോർ റേഡിയസ്.
അപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് ബോർ റേഡിയസ്. R1 ഈസ് നോൺ ആസ് ബോർ റേഡിയസ്. എന്താ R1 എന്ന് പറഞ്ഞാൽ? R1 ഈസ് ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് എനർജി ലെവൽ. എഴുതണോ? R1 ഈസ് ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് എനർജി ലെവൽ. ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കാം. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസുകൾ വേറെയുമുണ്ട്. ഹീലിയത്തിൽ 2 ഇലക്ട്രോണാണ്. ഒരു ഇലക്ട്രോൺ പോയാൽ എങ്ങനെ എഴുതാം? ഹീലിയം പ്ലസ് എന്ന് എഴുതാം. ലിഥിയത്തിൽ 3 ഇലക്ട്രോണാണ്, 2 എണ്ണം പോയി, അപ്പോൾ ലിഥിയം 2+ എന്ന് എഴുതാം. അപ്പോൾ ഹീലിയം പ്ലസിനും ലിഥിയം 2+നും 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനെ പോലെ ഉള്ള സ്പീഷീസുകളാണ്. ഇവരുടെ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. അധികം വന്നത് എന്താണ്? Z² എന്ന അധികം വന്നു. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എഴുതാറ്. ഹൈഡ്രജൻ ആണെങ്കിൽ ഇസഡ് പ്രത്യേകിച്ച് പറയണ്ട, 1² ആകുമ്പോൾ 1 ആയിരിക്കുമല്ലോ. ഹീലിയം ആണെങ്കിൽ Z 2 എന്ന് കൊടുക്കണം. ലിഥിയം ആണെങ്കിൽ Z 3 എന്ന് കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജനെ പോലെയുള്ള സ്പീഷീസുകൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഹൈഡ്രജൻ ആണെങ്കിൽ Z പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഓക്കെ, റേഡിയസ് കാണാനുള്ള ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ ഈ Z എഴുതിയിരുന്നില്ല അല്ലേ? Z 1 ആയതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ ബൈ Z, ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഹൈഡ്രജനെ പോലെയുള്ള സ്പീഷീസുകൾക്ക് ഈ ഇക്വേഷനാണ് റേഡിയസ് കാണാൻ ഉപയോഗിക്കേണ്ടത്. nth ലെവലിൻ്റെ റേഡിയസ്. nth ലെവലിലെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. nth ലെവലിലെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ 2.165 × 10⁻⁶ Z/n. യൂണിറ്റ് ഇത്ര മീറ്റർ/സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായി പഠിക്കണം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, nth ലെവലിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, എനർജി ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെ ബോർ മോഡലുമായി കണക്ട് ചെയ്ത ഇക്വേഷൻസ് ആണ്. ഇനി ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് പറയാം. പരിമിതികൾ, ഡീമെറിറ്റുകൾ എന്തൊക്കെയാണ്? 1. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് ആറ്റംസ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. ഒന്നിലധികം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളുടെ സ്പെക്ട്ര വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജനെ പോലെയുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം മാത്രം വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞു. മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളുടെ സ്പെക്ട്ര വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. എന്താ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് എന്ന് പറഞ്ഞാൽ? ആറ്റംസ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. ഓക്കെ, അടുത്തത് ദ മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഫൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതെന്താണെന്ന് പറയാം. താല്പര്യമുള്ളവർക്കും നോക്കാം. ഹൈഡ്രജൻ്റെ ഓർഡിനറി സ്പെക്ട്രത്തിൽ ഒരു ലൈൻ കിട്ടിയാൽ അതിനെ നമ്മൾ ഒരു ഹൈ റിസോൾവിംഗ് പവറുള്ള സ്പെക്ട്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ലൈൻ ഒരുപാട് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ ഒരുപാട് കമ്പോണൻ്റ് ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം സാധാരണ സ്പെക്ട്രത്തിൽ ഒരു ലൈൻ ആയി തോന്നുന്നത് ശക്തി കൂടിയ സ്പെക്ട്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണും. ഈ ലൈനുകളുടെയൊക്കെ ഫ്രീക്വൻസി ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് ഫൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഉണ്ടായി, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. ബൈ യൂസിങ് സ്പെക്ട്രോസ്കോപ്പ് ഓഫ് ഹൈ റിസോൾവിംഗ് പവർ, it is observed that each line in the ordinary spectrum of hydrogen is split into a number of component lines
differing slightly in frequencies. This is known as fine spectrum. അപ്പോൾ ഓർഡിനറി സ്പെക്ട്രത്തിലെ ഒരു ലൈൻ ഒരുപാട് ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, മുറിയുന്നു. ഇത് ഒരു ശക്തി കൂടിയ റിസോൾവിംഗ് പവർ കൂടിയ സ്പെക്ട്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോഴാണ് കണ്ടത്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. അടുത്തത്, ബോർ മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ സീമാൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുക, സീമാൻ ഇഫക്റ്റ്. ഇത് വിശദീകരിക്കാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. ഇലക്ട്രിക് ഫീൽഡിലും സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. സോ ബോർ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സീമാൻ ഇഫക്റ്റ്. എന്താണ് സീമാൻ ഇഫക്റ്റ്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ബോർ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ്. എന്താണ് സ്റ്റാർക്ക് ഇഫക്റ്റ്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. അടുത്തത്, ദ മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ഷേപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് കഴിഞ്ഞിട്ടില്ല. അടുത്തത്, ബോർ മോഡൽ ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് ആസ് സജസ്റ്റഡ് ബൈ ഡി ബ്രോഗ്ലി, because Bohr considered electrons as only particles. ഇലക്ട്രോണിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട് എന്ന് പറഞ്ഞത് ഡി ബ്രോഗ്ലിയാണ്. ബോർ മോഡലിൽ വേവ് നേച്ചർ കൺസിഡർ ചെയ്തിട്ടില്ല. ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളിന് എതിരാണ് ബോർ മോഡൽ. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളിന് എതിരാണ്. ബോർ മോഡൽ ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് ആസ് സജസ്റ്റഡ് ബൈ ഡി ബ്രോഗ്ലി ബിക്കോസ് ബോർ മോഡൽ കൺസിഡേർഡ് ഇലക്ട്രോൺസ് ആസ് ഓൺലി പാർട്ടിക്കിൾസ്. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ പ്രകാരം ഇലക്ട്രോണിന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട്. ഈ രണ്ട് സ്വഭാവമുള്ളതിനെ നമ്മൾ ഡ്യുവൽ നേച്ചർ എന്നാണ് വിളിക്കുക. ഡ്യുവൽ നേച്ചർ, DUAL, ഡ്യുവൽ നേച്ചർ. ഈ ഡ്യുവൽ നേച്ചർ ബോർ കൺസിഡർ ചെയ്തിട്ടില്ല. ബോർ കൺസിഡേർഡ് ഇലക്ട്രോൺസ് ആസ് ഓൺലി പാർട്ടിക്കിൾസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബോർ മോഡൽ ഈസ് ഓപ്പോസിറ്റ് ടു ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളിന് എതിരാണ്. ബോർ മോഡൽ അല്ലെങ്കിൽ ബോർസ് ഐഡിയ ഓഫ് വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സ് ഈസ് കോൺട്രറി ടു ദ മോഡേൺ ഐഡിയ ഓഫ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിനും ബോർ മോഡൽ എതിരാണ്. ബോർ മോഡലിൽ ഇലക്ട്രോണിനെ കാണുന്ന പാത്തുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുക. ഓർബിറ്റ്, ഇന്ന സ്ഥലത്തുകൂടെ ഇലക്ട്രോൺ കറങ്ങുന്നു എന്ന് കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ഓർബിറ്റ്, ഇലക്ട്രോൺ കറങ്ങുന്ന സ്ഥലം ഇതാണ് എന്ന്. എന്നാൽ പിൽക്കാലത്തൊരു പ്രിൻസിപ്പിൾ വന്നു, അത് നമ്മൾ പഠിക്കും. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യമായി അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ഇതിനെയാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അത് പിന്നീട് പഠിക്കാം അടുത്ത ക്ലാസ്സുകളിൽ. ഇപ്പോൾ ഇത്ര നോക്കിയാൽ മതി. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിന് എതിരാണ് ബോർ മോഡൽ. ബോർ മോഡൽ ഈസ് ഓപ്പോസിറ്റ് ടു ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. ബോർ മോഡൽ ഈസ് ഓപ്പോസിറ്റ് ടു അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ട് പ്രിൻസിപ്പിൾസും പരിഗണിക്കാതെയാണ് ബോർ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബോർ മോഡലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു. ഇനി നമ്മളിതിൽ നോക്കുന്നത്, അടുത്ത ക്ലാസ്സുകളിൽ നോക്കുക, ബോർ മോഡൽ ഉപയോഗിച്ച് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ്. പിന്നെ ബോർ മോഡലിന് എതിരായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കണം. ഏതാണ്? ഒന്ന് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ, മറ്റൊന്ന് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. അപ്പം ബോർ മോഡലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.